1920-കൾ തുടങ്ങി 50-കൾ വരെയുള്ള 3 ദശകക്കാലം കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം ഏറ്റവും ചലനാത്മകമായിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഏറ്റവും സജീവമായി തീരുകയും അതിന്റെ പ്രവർത്തനം ജനകീയ തലത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലം കൂടിയാണ് ഈ 3 ദശകക്കാലം. അതിന് ഇന്ത്യയെമ്പാടും പല തരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള പ്രവർത്തന ധാരകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ സവിശേഷമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ധാരയായി മാറിത്തീരാൻ മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു മഹാപ്രസ്ഥാനവും ഏകശിലാത്മകമായ ഒന്നായി മാത്രം ചരിത്രത്തിൽ സംഭവിക്കുന്നില്ല. എല്ലാ മഹത്തായ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും അതിന്റെ മുഖ്യ ലക്ഷ്യത്തോടൊപ്പം നിരവധി ഉപപ്രവർത്തനങ്ങളെ, അത്തരം പ്രവർത്തനങ്ങളുടെ സാമൂഹ്യ സംസ്കാരങ്ങളെ, അതിന്റെ ധാരകളെ നിർമ്മിക്കുന്നുണ്ട്. ഈ ധാരകളെ എല്ലാം ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുമ്പോഴാണ് മഹാപ്രസ്ഥാനങ്ങളായി മാറിത്തീരുന്നതും ലക്ഷ്യം നേടുന്നതിൽ വിജയം വരിക്കുന്നതും. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും വാസ്തവമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനകത്ത് നിരവധി ധാരകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. ഗാന്ധിജിയുടെ വരവിന് മുമ്പുണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനമല്ല ഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനം. ദേശീയ പ്രസ്ഥാനത്തിനകത്തു തന്നെയുള്ള ഇടതുപക്ഷ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ധാര അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതിനകത്ത് തന്നെ തീവ്ര സ്വഭാവമുള്ള ആളുകളുടെ, തീവ്ര ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകളുടെ ധാരയും വ്യത്യസ്തമായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളിൽ നിന്നെല്ലാമുള്ള ആളുകളുടെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ധാരയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഭിന്നസ്വരങ്ങളുള്ള ബഹുസ്വരമായിട്ടുള്ള ഒരു സാമൂഹിക മുന്നേറ്റം കൂടിയായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കുന്നു. അതിൽ മറ്റൊന്ന് ഈ ബഹുജന സ്വഭാവം പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒന്ന്, ഈ പറയുന്ന 3 ദശകക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ഗാന്ധിസത്തിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനം കൂടിയായിരുന്നു. ഗാന്ധിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്നുള്ളത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൽ നിന്നും, കോളനി അധികാരത്തിൽ നിന്നൊരു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത് മാത്രമായിരുന്നില്ല. ഗാന്ധിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യത്തിന് വിപുലമായ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഈ അർത്ഥം മനുഷ്യനെ അവന്റെ പൂർണ്ണതയിൽ കണ്ടെത്താൻ സാധിക്കുക, ആവിഷ്കരിക്കാൻ സാധിക്കുക എന്നതിനെയാണ് ഗാന്ധി സ്വാതന്ത്ര്യമായിട്ട് കണ്ടത് എന്ന് ഗാന്ധിയെ പൂർണ്ണമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഗ്രാമസ്വരാജ് പോലെയുള്ള സങ്കല്പങ്ങളും ദേശീയ പ്രസ്ഥാനം, ദേശീയ സ്വാതന്ത്ര്യം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളും ഇവയെല്ലാം പരസ്പര ബന്ധിതമാണ് ഗാന്ധിയെ സംബന്ധിച്ച് എന്ന് കാണാം. വികസന സങ്കല്പവും സ്വാതന്ത്ര്യ സങ്കല്പവും രണ്ടും രണ്ടായിരുന്നില്ല ഗാന്ധിയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആൾ കൈപിടിച്ച് ഉയർത്തപ്പെടുകയും അതിൽ ഏറ്റവും അവസാനത്തെ ആളുടെ കണ്ണുനീരും തുടച്ച് മാറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വികസനം ഉണ്ടായിത്തീരുന്നത് എന്ന ഗാന്ധിയുടെ കാഴ്ചപ്പാട്. ആ വികസനത്തിലേക്ക്, അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും എത്തിച്ചേരുക എന്നുള്ള ഗാന്ധിയുടെ ഇത്തരം ആദർശങ്ങളെ ഏറ്റവും അധികം സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിലേക്ക്, സാമൂഹ്യ ആദർശങ്ങളിലേക്ക് ചേർത്തു പിടിച്ച നിരവധി സ്വാതന്ത്ര്യ സമര ഭടന്മാർ ഇന്ത്യയിൽ ആ കാലത്തുണ്ടായിരുന്നു. അതിലൊരാളാണ്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് വേണം കെ കേളപ്പനെ നമുക്ക് കാണാൻ. അങ്ങനെ നോക്കുമ്പോൾ കെ കേളപ്പന്റെ പ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ തന്നെ കെ കേളപ്പന്റെ പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമെന്നോ ഈറ്റില്ലമെന്നോ വിളിക്കാവുന്ന കുറുമ്പ്രനാട്ടിൽ ഈ 2 ആശയങ്ങളെ, ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയമായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ജനകീയമാക്കി തീർക്കുന്ന പ്രവർത്തന രീതിയും ഗാന്ധിസത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തന രീതിയും, ഇത് രണ്ടും പരസ്പരം ചേർത്തുകൊണ്ടുള്ള ഒന്നായിരുന്നു കെ കേളപ്പന്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമായി ശ്രദ്ധാനന്ദ വിദ്യാലയത്തിൽ നമുക്ക് കാണാം.
കുറുമ്പനാട്ടിലെ നല്ലമ്പ്ര കുന്നിനെ പാക്കനാർപുരം എന്ന് നാമകരണം ചെയ്യുമ്പോൾ അതൊരു പുതിയ പേര് നൽകൽ മാത്രമല്ല എന്ന് കാണാം. കാരണം ഏതാണ്ട് ഇതേ കാലത്ത് തന്നെയാണ് 22 എന്നൊക്കെ പറയുമ്പോൾ 1920 എന്ന് പറയുമ്പോൾ 20കളും 30കളും അതിന് തൊട്ടു മുമ്പുള്ള ഒരു ദശകം 1910 തുടങ്ങിയിട്ടുള്ള ആ ദശകങ്ങളിലൊക്കെയാണ് പൊയ്കയിൽ അപ്പച്ചനെ പോലെയുള്ള ആളുകളും ഇവിടെ പല രീതിയിലുള്ള ദളിത് ഉദ്ധാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്, ദളിത് വിമോചന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം വളരെ പ്രധാനമാണ്. കണ്ണീരൊരു അക്ഷരവും എന്റെ വംശത്തെ പറ്റി കാണുന്നത് അനേക വംശത്തിൻ ചരിതങ്ങൾ എന്ന് പറയുന്ന വൈകയിൽ അപ്പച്ചന്റെ ആ വാക്യം ഇവിടെ പ്രസക്തമാണ്. ഒരു കാലത്ത് സംഘകാലത്തിന്റെയൊക്കെ സാഹിത്യവും ജീവിതവും ഒക്കെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനജീവിതത്തെ സാധ്യമാക്കിയ ഉൽപാദനത്തിന്റെ മേഖലയിൽ ഏറ്റവും വലിയ മനുഷ്യാധ്വാനം പ്രദാനം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച ബഹുഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ദളിതർ ചരിത്രത്തിൽ നിന്നും സാമൂഹിക ജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ വെട്ടിമാറ്റപ്പെട്ട ഒരു ജനവിഭാഗം നല്ലമ്പ്രക്കുന്ന് എന്ന പേര് മാറ്റിയിട്ട് പാക്കനാർപുരം എന്നുള്ള ഒരു പേരിനെ സ്ഥാപിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ചരിത്രം, പാക്കനാർ എന്നുള്ള പേര് പറയിവന്റെ മന്ദിരപുരം പോലെയുള്ള ഐതിഹ്യവുമായിട്ട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പാക്കനാർ എന്നുള്ളത് മറ്റൊരു തരത്തിലുള്ള ഐതിഹ്യ പുരുഷൻ കൂടിയാണ് എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു പേരുമാറ്റം വാസ്തവത്തിൽ ഈ ജനതയുടെ ജീവിതത്തെയും ചരിത്രത്തെയും പരസ്പരം ചേർത്തുകൊണ്ട് ഒരു ദേശത്തിൽ അതിനെ അടയാളപ്പെടുത്തുന്ന ഒന്ന് കൂടിയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധാനന്ദപുരം വിദ്യാലയം സ്ഥാപിക്കുന്നതിലൂടെ മാത്രമല്ല, സമാനമായ നിരവധി പ്രവർത്തനങ്ങൾ ബാലികാ സദനം വേറൊരു ഭാഗത്ത് രൂപപ്പെടുന്നു. അതേപോലെ ശക്തിമന്ദിരത്തിന്റെ പോലെയുള്ള പ്രവർത്തനങ്ങൾ തിക്കോടിയിലും മറ്റും സജീവമായി തീരുന്നു. ഇങ്ങനെ ജനകീയമായി പലയിടങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമായി വരുന്ന സന്ദർഭത്തിൽ ആണ് ഈ കീഴാള ജനതയുടെ വിമോചനത്തിനു വേണ്ടി സ്വാതന്ത്ര്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ലഭിക്കേണ്ടത് സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യമാണ്, ആത്മാഭിമാനം ആവശ്യമാണ്. ആത്മാഭിമാനം ഉണ്ടാകണമെങ്കിൽ ആത്മബോധം ഉണ്ടാകണം. അതിലേക്ക് നയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകുക എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസം മാത്രമാവുകയില്ല, സ്വാശ്രയശീലം നൽകുക. സ്വാശ്രയശീലം നൽകുന്നതിന് വേണ്ടി അവരെ പലതും പരിശീലിപ്പിക്കുന്നതിനുള്ള അവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാക്കുന്നതിന് ആവശ്യമോടൊപ്പം ആരംഭിക്കുന്നു. അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടായിത്തീരുന്നു. ഇങ്ങനെ കേളപ്പന്റെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് ഒരു ജനതയെ സമ്പൂർണമായ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു പുനരധിവാസ പദ്ധതി കൂടിയായിട്ടാണ് ഈ പാക്കനാർപുരത്ത് നടപ്പിലായത് എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ആത്യന്തികമായി ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിച്ചേർക്കുക, അതിന്റെ മുന്നണിയിലേക്ക് അവരെ കൂടി എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമാണ്. PM ഉണ്ണികൃഷ്ണനെ പോലെ ഒരാൾ ഗുരുവായൂർ സത്യഗ്രഹത്തിലേക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന മണ്ണിലേക്ക് ഉയർന്നു വരുന്നത് പയ്യന്നൂർ മുതൽ തൃശൂർ വരെയുള്ള ദളിതരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ വിമോചനത്തിനായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് PM ഉണ്ണികൃഷ്ണനെ ഉയർത്തിക്കൊണ്ടുവന്നത്. PM ഉണ്ണികൃഷ്ണനെ കേളപ്പന്റെ മാനസപുത്രൻ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ, അത്തരം നേതൃനിരയിലേക്ക് കൊണ്ടുവരുത്താനും കേളപ്പന് കഴിഞ്ഞു എന്നാണ്. ഇത് വാസ്തവത്തിൽ ഇങ്ങനെയാണ് ഒരു ജനത ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അതിന്റെ വൈവിധ്യമാർന്ന ബഹുസ്വരമായ സാമൂഹ്യ പ്രവർത്തന ധാരകളിലേക്ക് ഉത്ഗ്രഥിച്ചു ചേർക്കപ്പെട്ടത് എന്നതിന്റെ ഒരു ചിത്രം കൂടി ഈ ശ്രദ്ധാനന്ദ വിദ്യാലയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനം സമരപൂർണമായി തീർന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നാടിന്റെ ഏറ്റവും അടിത്തട്ടിൽ, ജനജീവിതത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ അതിനെ സജീവമാക്കി തീർത്തുകൊണ്ട് ഇതൊരു മുന്നേറ്റമായി മാറിത്തീർന്നത് എന്നതിന്റെ ചരിത്രത്തിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് ഇന്ന് ആ വിദ്യാലയം എന്ന് കാണാം. അതുകൊണ്ട് ഇന്ന് ആ വിദ്യാലയം പല രീതിയിലുള്ള ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, പല രീതിയിലുള്ള അവഗണനകളെ നേരിടുകയാണ്. കാരണം അന്ന് നിലനിന്നിട്ടുള്ള അതിന്റെ ലക്ഷ്യങ്ങൾ, അതുപോലെയുള്ള സാമൂഹിക ആവശ്യങ്ങൾ, അതിനെ ത്വരിപ്പിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ ഘടകങ്ങൾ ഇന്ന് നമുക്ക് ഇല്ല എന്ന് കാണാൻ സാധിക്കും. അത് ശ്രദ്ധാനന്ദ വിദ്യാലയത്തിന് മാത്രമല്ല, ദേശീയ പ്രസ്ഥാനം
ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അതിന്റെ രാഷ്ട്രീയ സംവിധാനം ഉൾപ്പെടെയുള്ള സകലതിനും ആ രീതിയിലുള്ള ശോഷണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ശ്രദ്ധാനന്ദ വിദ്യാലയത്തിനും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ശ്രദ്ധാനന്ദ വിദ്യാലയത്തിന്റെ നേർക്ക് അവിടുത്തെ നാട്ടുകാർ എത്രയധികം ശ്രദ്ധ പതിപ്പിക്കുന്നുവെന്നും ഈ പ്രയാസങ്ങൾക്കിടയിലും അതിനെ ചരിത്ര സ്മാരകം എന്ന നിലയിൽ നിലനിർത്തുന്നതിന് നാട്ടുകാർ ഉത്സാഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു ചരിത്ര കാലഘട്ടത്തിന്റെ അടയാളമായി എങ്ങനെയാണ് ഗാന്ധിയൻ പ്രവർത്തനങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു നേർചിത്രം എങ്ങനെയാണ് കേരളത്തിലെ ഒരു കൊച്ചു പ്രദേശത്ത് അനുഭവപ്പെട്ടത് എന്നതിന്റെ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃനിരയിലെ ആളുകളിൽ പലരും വന്നുപോയിട്ടുള്ള ഇടം, ഇങ്ങനെ പല നിലയിൽ ആ ഇടം രൂപപ്പെട്ടത്, സാമൂഹ്യമായി രാഷ്ട്രീയമായി അതെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നതിന്റെ ചരിത്രം പറയുന്ന ഒരു കാലഘട്ടത്തിലെ ജനത ഉണർന്നു വന്നതിന്റെ ചരിത്രം പറയുന്ന ഒരു സ്മാരകം എന്ന നിലയിൽ അതിന്റെ ഒരു ഭാഗമെങ്കിലും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരു ദേശത്തിന്റെ ജനകീയ ചരിത്രത്തെ പുതിയ തലമുറയ്ക്ക് പ്രസരിപ്പിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി, ഒരു മ്യൂസിയമായി എങ്കിലും അതിന്റെ ഒരു ഭാഗം സംരക്ഷിക്കപ്പെടണം. അതിനുള്ള പ്രവർത്തനം ജനകീയമായും സർക്കാരിന്റെ നേതൃത്വത്തിലും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന ഒരു ആവശ്യകതയെ ഈ സ്മാരകം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നടത്തിക്കൊണ്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ, പുതിയ കോഴ്സുകൾ ഉൾപ്പെടെയുള്ളവ സമൂഹത്തിലെ ഏറ്റവും താഴെ കേരളത്തിനും ശ്രദ്ധാനന്ദ വിദ്യാലയവും ഒക്കെ ആരെയാണോ അഭിസംബോധന ചെയ്തത് അങ്ങനെയുള്ള ജനവിഭാഗങ്ങളിലെ ആളുകൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടും അവശത അനുഭവിക്കുന്ന മറ്റാളുകൾക്കും പൊതുസമൂഹത്തിനും അതിന്റെ ആനുകൂല്യം ലഭ്യമാകുന്ന മട്ടിൽ, അതിന്റെ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന മട്ടിൽ പുതിയ കോഴ്സുകളൊക്കെ നൽകിക്കൊണ്ട് ആ വിദ്യാലയത്തെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു വിദ്യാ കേന്ദ്രമായി നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടുകാരുടെയും അതുപോലെ മറ്റ് സംഘടനകളുടെയും ഇടപെടലും സർക്കാരിന്റെ ശ്രദ്ധയും സഹായവും അതിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് ഈ കാലത്ത് ജീവിക്കുന്ന മലബാറിലെയും കേരളത്തിലെയും എല്ലാ ആളുകളുടെയും ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെ മുൻകൈയെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും പ്രധാന സ്ഥാപനങ്ങളിലൊന്നാണ് ശ്രദ്ധാനന്ദ വിദ്യാലയം. ഗുജറാത്തിലെ വാർധ ആശ്രമം പോലെയായിരുന്നു പാക്കനാർപുരം ശ്രദ്ധാനന്ദ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചത്. ഗാന്ധിജി അടക്കമുള്ള മഹാന്മാരുടെ പാദസ്പർശമേറ്റ ഇവിടത്തെ മണ്ണും കെട്ടിടവും കാലത്തിന് വിട്ടുകൊടുക്കാതെ അർഹിക്കുന്ന എല്ലാ ബഹുമാനങ്ങളോടെയും സംരക്ഷിക്കണം. ഒരു ജനതയുടെ വികാരവും വിചാരവും നിറഞ്ഞ ഭൂമികയാണിത്. ദളിത് വിഭാഗത്തെ വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും ഉപയോഗിച്ച സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്.